ദാസൻ സഹോദരനായി. ഫിലമോൻ എഴുതിയ ലേഖനം 16-ാം വാക്യം. അവനിന് ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. മനുഷ്യബന്ധങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന സുവിശേഷത്തിൻ്റെ ശക്തി ഈ വാക്യത്തിൽ വ്യക്തമാണ്. ദൈവമുൻപാകെ ദാസനെന്നോ യജമാനനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസങ്ങളില്ലാതെ ഏവരും ക്രിസ്തുവിൽ ഒന്നാണ്. എല്ലാവരും സഹോദരങ്ങളും ഒരു ജനവും ഒരു ശരീരവും ആകുന്നു. നാം ഏവരും ഒരപ്പൻ്റെ മക്കളാണ്. അവൻ ഇനി ദാസനല്ല. ഇനി എന്നത് ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നു. അത് ക്രിസ്തുവിലുണ്ടായ മാറ്റത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിൽ പഴയ സ്ഥാനം അവസാനിക്കുന്നു, പുതിയ ബന്ധം തുടങ്ങുന്നു. ദാസനല്ല എന്ന പദം പഴയ തിരിച്ചറിവിനെ അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരൻ എന്നത് പുതിയ ബന്ധത്തെ കാണിക്കുന്നു. ദാസൻ എന്നത് സമൂഹത്തിലെ താഴ്ന്ന സ്ഥാനമാണ്. എന്നാൽ സഹോദരൻ എന്നത് സമൂഹത്തിൽ മാന്യമായ ഒരു പദവിയാണ്. പ്രിയമുള്ളവരെ, ഒരു സഭ ഒരിക്കലും ഒരു വ്യക്തിയെ പഴയ അനുഭവത്തിൽ കാണരുത്. സുവിശേഷം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ബന്ധനങ്ങളെ അത് പുതുക്കുന്നതാണ്.